ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ രാവിലെ തന്നെ നല്ല പെരുമഴയാട്ടോ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ പാടി തന്നെ നല്ല മഴയാണ്. പിന്നെ പോയിട്ട് വേഗം ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് കോഫി കുടിക്കാം കേട്ടോ. അപ്പോൾ ഒറ്റ ദിവസം അങ്ങനെ ആസ്വദിച്ച് രാവിലെ ഒന്നും കോഫി കുടിക്കാനൊന്നും പറ്റാറില്ല. സ്കൂൾ തുറന്നല്ലോ, അപ്പോൾ അവർ സ്കൂളിൽ വിടാനുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പോയി കഴിയുമ്പോഴാണ് സമാധാനമായിട്ട് കുടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ അവർക്ക് എല്ലാവർക്കും കോഫി ഉണ്ടാക്കുമ്പോൾ ഞാൻ കുടിക്കുമ്പോഴത്തേനും അത് തണുത്തിട്ടുണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യണ ജോലിയുടെ ഇടയിൽ എങ്ങനെ വേഗം വലിച്ചു കുടിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ അവധി ദിവസമായതുകൊണ്ട് അങ്ങനെ ഇരുന്നിട്ട് ആസ്വദിച്ച് തന്നെ കുടിക്കാൻ തീരുമാനിച്ച് അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കുറേ സമയം അങ്ങനെ ഇരുന്ന് മഴയൊക്കെ കണ്ടു. പിന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടോ. അപ്പോഴത്തേനും നേരം ഒരുപാടായി. അപ്പോൾ ഇനി അത് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും നേരം വൈകുമല്ലോ എന്ന് വിചാരിച്ച് അത് വീഡിയോ ഒന്നും എടുത്തില്ല. പെട്ടെന്ന് തന്നെ ഇടിയപ്പവും കടലക്കറിയൊക്കെ ആയിരുന്നു, അതുണ്ടാക്കി. പിന്നെ ആണെങ്കിൽ ഇന്നലെ രാത്രി ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ടായിട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ വേഗം ഇന്ന് ഉച്ചയ്ക്ക് അത് കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു മൺചട്ടി ഉണ്ട്, ഇതിനകത്താട്ടോ ഞാൻ എൻ്റെ ഇറച്ചിക്കറി വയ്ക്കണ മൺചട്ടിയാണിത്. ഇതൊരു വലിയ ഉരുളി പോലത്തെ നല്ല വിസ്താരമുള്ളൊരു ചട്ടിയാട്ടോ. അപ്പോൾ ഇത് ഞാൻ ബീഫും ചിക്കനും മട്ടണും ഒക്കെ ഇതിൽ വയ്ക്കാറുണ്ട്. പിന്നെ വേറൊരു ചീനച്ചട്ടിയുണ്ട്, അതിനകത്തും വയ്ക്കും. ഇതിൽ രണ്ടിലും മാറി മാറിയിട്ടോ എൻ്റെ ഇറച്ചിക്കറി വയ്ക്കൽ അതിൽ രണ്ടിലുമാണ്. അപ്പോൾ ഇന്ന് മൺചട്ടി എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മൺചട്ടി എടുത്തിട്ട് അതിൽ കറി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ കറി വെച്ചുകൊണ്ടിരിക്കുമ്പോഴാട്ടോ കഴിഞ്ഞ ദിവസം റേഡിയോയിൽ കേട്ടൊരു കാര്യമാണ്. അപ്പോൾ അതിനകത്ത് അത് നല്ലതായിട്ട് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ മഴ ഇങ്ങനെ പെയ്തപ്പോഴാണ് അതിനെക്കുറിച്ച് ഓർത്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡെയിലി വെള്ളം കുടിക്കണത്, ഇപ്പം നമ്മുടെ വീട്ടിൽ കിണറുണ്ടെങ്കിൽ മുറ്റത്ത് കിണറിൽ നിന്ന് മോട്ടർ അടിച്ചിട്ട് മുകളിൽ ടാങ്കിലേക്ക് വെള്ളം അടിച്ച് കയറ്റാണല്ലോ. അപ്പോൾ അത് പ്ലാസ്റ്റിക്കിൻ്റെ ആണല്ലോ നമ്മൾ മുകളിൽ വെച്ചേക്കണ ടാങ്ക്. വെള്ളം സ്റ്റോർ ചെയ്യുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ടാങ്കിലാണ്. പിന്നെ ആ വെള്ളം നമുക്ക് നമ്മുടെ അടുക്കളകളിലേക്കും നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്കും, മെയിനായിട്ട് നമ്മൾ കുടിക്കണ കാര്യമാണല്ലോ. അപ്പോൾ കുടിക്കണതും ഈ ടാങ്കിൽ നിന്ന് നേരിട്ട് കുടിക്കണവരാണെങ്കിൽ കുഴലുകളെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ കുഴലുകളാണ്. അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഹോസിലൂടെയുള്ള നമുക്ക് വെള്ളം അടുക്കളയിൽ ടാപ്പിൽ വന്ന് കിട്ടണത്. അപ്പോൾ അതും പ്ലാസ്റ്റിക് തന്നെയാണ്. ഇനിയിപ്പോൾ അതല്ല നമ്മുടെ മുറ്റത്ത് കുടിവെള്ള കണക്ഷൻ എടുത്തിട്ട് ആ വെള്ളം യൂസ് ചെയ്യണവരാണെങ്കിലും ഇപ്പോൾ പുഴയിലൂടെ ഒഴുകി വന്ന വെള്ളം വലിയ ടാങ്കിലേക്ക് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ മോട്ടർ അത് വെച്ചിട്ട് അടിച്ചിട്ട് വലിയ ടാങ്കിലേക്ക് അടിച്ചു കയറ്റാണ്. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ കോൺക്രീറ്റിൻ്റെ ടാങ്കൊക്കെ ആയിരുന്നു, പിന്നെ ഇരുമ്പിൻ്റെ പൈപ്പായിരുന്നു കൂടുതലും മണ്ണിനടിയിൽ കൂടെയൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് പഴയ കാലത്ത്. ഇപ്പോൾ ഇരുമ്പിൻ്റെ പൈപ്പൊന്നും എങ്ങും കാണാനില്ല. ഇപ്പോൾ ഈ പുഴയിലൂടെ അടിച്ച് വലിയ ടാങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ വലിയ ടാങ്കുകളിൽ കയറ്റിയിട്ട് അത് വീണ്ടും പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ പൈപ്പുകളിലൂടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടുമുറ്റത്ത് എത്തണതല്ലേ. എന്നിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ വീട് മുറ്റത്ത് വലിയ പ്ലാസ്റ്റിക്കിൻ്റെ, ഇപ്പോൾ എൻ്റെ വീടിനാണെങ്കിൽ ഞങ്ങൾ കുടിവെള്ള കണക്ഷനിൽ നിന്ന് തന്നെയാണ് കൂടുതലും വെള്ളം യൂസ് ചെയ്യണത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വലിയ 2 ടാങ്ക്, 2000-ൻ്റെ 2 ടാങ്ക് വലിയ ടാങ്ക് താഴെ വെച്ചിട്ട് 1000-ൻ്റെ ടാങ്കിലേക്ക് മുകളിലേക്ക് അടിച്ചേറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളം സ്റ്റോർ ചെയ്യുന്നത് 2000-ൻ്റെ ടാങ്കാണെങ്കിലും മുകളിൽ ടെറസിന് മുകളിലിരിക്കുന്ന 1000-ൻ്റെ ടാങ്കാണെങ്കിലും അതിലേക്ക് വെള്ളം പാസ് ചെയ്യണ കുഴലുകളാണെങ്കിലും എല്ലാം പ്ലാസ്റ്റിക് തന്നെയാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് നല്ല വേനൽക്കാലം ആകുമ്പോഴത്തേനും നന്നായിട്ട് ചൂടായിട്ട് അതിലൂടെയാണ് പിന്നെ നമ്മുടെ അടുക്കളയിലേക്കും എവിടേക്കാണോ വെള്ളം ആവശ്യം അവിടെയൊക്കെ വെള്ളം എത്തണത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ടാങ്കിലൂടെയാണല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക് വെള്ളം നമ്മൾ ശേഖരിച്ച് കുട്ടികൾക്ക് കുടിക്കാൻ കൊടുത്ത് വിടണ കുപ്പികളായാലും നമ്മൾ എടുത്തു വയ്ക്കുന്ന കുപ്പികളായാലും അതും പ്ലാസ്റ്റിക് അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു പ്ലാസ്റ്റിക് യുഗത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഈ പ്ലാസ്റ്റിക്കിൽ നിന്ന് നമുക്കൊരു മോചനം ഇല്ല അല്ലേ. ഞാനതൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു കേട്ടോ. പിന്നെ അതാ ഉച്ചയ്ക്കത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ട് ടെറസിന് മുകളിലേക്ക് വന്നതാട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും നല്ല ഒരു തോർച്ചയൊക്കെ ആയിട്ടുണ്ട്. ഒരു 3 മണി 3:30 സമയമാണിപ്പോൾ. അപ്പോൾ കുറച്ച് കോവയ്ക്കുണ്ട്. പിന്നെ ഞാൻ ആദ്യം കാണിച്ചില്ല, അത് നോനി ഫ്രൂട്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ആ കോവയ്ക്കയും ആ നോനിപ്പഴമൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഓരോ ദിവസം വരുമ്പോഴും ഇതുപോലെ 3, 4, 5 എണ്ണമൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഞാൻ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും. അങ്ങനെ നമുക്കൊരു കറിക്കുള്ളതാകുമ്പോൾ എടുത്ത് തോരൻ വയ്ക്കാറാട്ടോ പതിവ്. ഇത് കണ്ടോ, ഒരു പൈനാപ്പിൾ ഞാൻ ഇവിടെ വാങ്ങിയ പൈനാപ്പിൾ കഴിച്ചിട്ട് അതിൻ്റെ മുകളിലുള്ള തലഭാഗം കുഴിച്ചിട്ടതാട്ടോ. ഇപ്പോൾ 2 വർഷമായി. ഇപ്പോഴാണ് അതൊരു തൈയായി മാറിയത്. പിന്നെ ഇത് നമ്മുടെ ടെറസിന് മുകളിലുള്ള മുരിങ്ങയാണ്. അങ്ങനെ അതൊക്കെ കണ്ട് ആ നോനി ഫ്രൂട്ട് ഞാൻ കാണിച്ചു തരാട്ടോ. ഇതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിനിങ്ങനെ പൈനാപ്പിൾ പോലെ തന്നെ പുള്ളിക്കുത്തൊക്കെ ആയിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇത് മുറിക്കുമ്പോൾ ഇതിൻ്റെ അകമാണെങ്കിൽ ഇതുപോലെ കുരുകളാട്ടോ, നിറയെ കുരുവാണ്, വലിയ വലിയ കുരുകൾ. ഈ സീതപ്പഴത്തിൻ്റെയൊക്കെ അകത്തിരിക്കും പോലത്തെ കടിച്ചാൽ പൊട്ടാത്ത വലിയ കുരുക്കളാണ്. ഇതിപ്പോൾ എങ്ങനെയൊക്കെ മുറിച്ച് നോക്കിയാലും എവിടെയെല്ലാം നോക്കിയാലും അതിനാകെ കുരുവാണ്. പിന്നെ ഈ കുരു
കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ കഴിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഇത് നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൃത്തികെട്ട സ്മെല്ലാട്ടോ, ഒട്ടും നമുക്ക് സഹിക്കാൻ പറ്റാത്ത സ്മെല്ലാണ്. അപ്പോൾ പഴുത്തത് കഴിക്കാൻ വേണ്ടി ഞാൻ പഴുപ്പിച്ച് നോക്കി, ഈ പരുവത്തിന് കഴിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെയും നോക്കി. ഇതിന് ഒരു ടേസ്റ്റും ഇല്ല, ഒരു മണവും ഇല്ല, ഒരു ഗുണവും ഇല്ല, ഒന്നുമില്ലാത്ത ഒരു ഫ്രൂട്ട്. പിന്നെ ഇതെങ്ങനെ ഫ്രൂട്ടായി എന്ന് എനിക്കറിഞ്ഞൂടാ. ഇനി ഇതിന് വേറെ വല്ല ഗുണങ്ങളുണ്ടോയെന്നും അതും എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഈ തൈ ആരെങ്കിലും വാങ്ങി വയ്ക്കാനിരിക്കണ്ടെങ്കിൽ ആരും വാങ്ങിയൊന്നും വയ്ക്കേണ്ട കേട്ടോ, ഒരു ഉപകാരം എനിക്കില്ല. പിന്നെ ഇത് തലയിലൊക്കെ തേക്കും എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്, എനിക്കതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ. എന്തായാലും എനിക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.